അല്ല ഗൈസ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങളുള്ളത് ഞങ്ങളുടെ പഴയ വീട്ടിലാണ്. ഗൈസ് നോക്കൂ, പഴയ 4-5 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇവിടെ വെച്ച് കുറേ ഫുഡും സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. ഗൈസ് ഇത് ഞങ്ങളുടെ ഒരു ഫീലിംഗ് ആണ്, നമ്മുടെ ഒരു സ്പോട്ടാണ്. അതെ, ഞങ്ങളുടെ അല്ല എന്റെ അപ്പനുണ്ട്, മൈക്കിളുണ്ട്, ലിബിനുണ്ട്, അമ്മയുണ്ട്, അഭിരാമിയുണ്ട്. ഗൈസ് നോക്കൂ, ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ പഴം കൊണ്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ സെറ്റപ്പ്. അല്ല ഇവിടെ പഴമല്ലേ, പിന്നെ ചക്കയാണ്. അല്ല പണ്ട് നമ്മൾ ചക്ക മറ്റേ പഴം മറ്റേ പഞ്ചസാരയും തേങ്ങയൊക്കെ അവിടെ കടപ്പിലാവ് പോയി. അതിന്റെ അമ്മ കടപ്പിലാവ് പോയില്ലേ? വീടിന്റെ മുൻവശത്ത് കടപ്പിലാവ് വെച്ച കടം കയറുന്ന് പറഞ്ഞിട്ട് ഒറ്റ വെട്ടം. ആര് അപ്പം വന്ന് നോക്കാനേരത്ത് കടപ്പിലാവില്ല, പൊട്ടലും വന്ന് കിടക്കുവായിരുന്നു. ആ കടപ്പിലാവിൽ ഒത്തിരി കടച്ചൊക്കെയുണ്ട്. ആരോ പൊട്ടത്തരം പറയുന്നത് കടപ്പിലാവ് വെക്കണമെങ്കിൽ വേറെ ഒരു പറമ്പിൽ. അപ്പൊ ഞാൻ ഒരു കഴിച്ചോട്ടെ, കാടിന്റെ നടുക്ക് കടപ്പിലാവ് ഉണ്ടോ, അപ്പം കാട് മൊത്തം പോകുന്നു പറഞ്ഞ വെട്ടിക്കളി വെറുതെ. ഇന്നത്തെ കേസ് ഞാൻ പറയാം. അതായത് ഇന്നത്തെ പരിപാടി ഞങ്ങളുടെ പ്ലാവെ ഇത് കൂടുതൽ പ്ലാവ് ഉണ്ടായിരുന്നു. പ്ലാവൊക്കെ അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ട് മത്സരിച്ച് കളഞ്ഞു. അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ പ്ലാവേന്ന് ചക്ക ഇട്ടിട്ട്, അതായത് ജാക്ക് ഫ്രൂട്ടിനെ ഞങ്ങളുടെ ചക്കയും പ്ലാവും കാട്ടണമെങ്കിൽ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കത്. ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വെട്ടി. ഞാൻ പറഞ്ഞുതരാം, ഇത് കഴിവ് കേട്. ചക്ക നോക്കി അമ്മ പുള്ളിക്കാരനും വെട്ടിക്കളയും. അതാണ് പ്ലാവ്. കണ്ടാ നമ്മുടെ പുതിയ വീടിന്റെ പരിസരത്ത് നോക്കി അറിയാം. ഞാൻ വെച്ചു. അല്ല മമ്മി വെച്ചല്ലേ? അമ്മ ഒന്നും വെച്ചിട്ടില്ല. പൈസ കൊടുത്തു, പണിക്കാരനെ കൊണ്ടു കുഴിച്ചു വെച്ചു, നനച്ചു. മമ്മി രണ്ടെണ്ണം മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാവും പപ്പ എന്ന് വെച്ചു, എബി ഒന്ന് വെച്ചു, ഞാനൊന്ന് വെച്ചു. ഒന്നും ദൈവം ചക്ക കഴിച്ചു. അമ്മ അതെന്താ റിങ് ചെയ്താ മതി എന്ന് പറഞ്ഞ അമ്മ. അതിന്റെ മേളത്തെ തോല് ഇത്രയും ഭാഗത്ത് കട്ട് ചെയ്താ പറഞ്ഞ. നിനക്കെന്നു പറ്റിയേ? എന്റെ കൊച്ച എല്ലാരോടും തെറ്റി. അല്ല, മൈക്കിളിന് വേണ്ടി നമ്മളൊരു പാട്ട് പാടുവാണ്. എല്ലാരും സഹായിക്കണം. ഗൈസ് ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളൊരു താൽക്കാലികമായിട്ടൊരു അടുപ്പ് സെറ്റ് ചെയ്തു. ഞങ്ങളുടെ തന്നെ മൂലക്കല്ലുകളും, അതായത് കെട്ടിനുള്ള കല്ലുകളും സാധനങ്ങളൊക്കെ. മൂലക്കല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ മനസ്സിലായി. മൂലന്ന് എവിടെ നിന്ന് എടുത്തത്? മൂലക്കല്ലോ. അതാണ് മൂലക്കല്ല്. ശരി, അമ്മ പറഞ്ഞ കറക്റ്റാ. അപ്പൊ ഇവിടെ നമ്മളൊരു എന്ത് ശരിയാക്കി, അതായത് ഒരു അടുപ്പ് ശരിയാക്കി. എന്തൊക്കെയാ നമ്മൾ കൊണ്ടുവന്ന വീട്ടിൽ നിന്ന്? ഒരു നെറ്റ് കൊണ്ടുവന്നു, ഉരുളി കൊണ്ടുവന്നു, ഉപ്പ് കൊണ്ടുവന്നു, പുട്ടുപൊടി കൊണ്ടുവന്നു. അതൊന്നുമില്ല, പോടാ. കൊണ്ടുവന്നു. ഇത് പുട്ടുപൊടി കണ്ട. എന്തിനാ? എന്നിട്ട് ഏകാന്തമായിട്ട് അതോപയും തവസിച്ചോലെ അമ്മയെ പോലെയല്ല അപ്പൻ. അമ്മമാർക്ക് പ്രശ്നമല്ല. ഗൈസ് ഞങ്ങളെ ചക്ക വറക്കാനായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇതാണോ ഓട്ടപ്പാത്രം? ഇത് ഓട്ടപാത്രം അല്ല, ഇത് ഓട്ടക്കൈലി. ഇത് ഓട്ടപാത്രം. ഫൈനലി നമുക്ക് തുടങ്ങാം. പറിക്കാം. മൂർച്ച വെക്കുന്ന സാധനം ഇതാ. ഇത്രയും ചക്ക ഇപ്പൊ എല്ലാവരും അറിയാൻ വേണ്ടിയല്ലേ? ഇത് അമ്മയുടെ നാക്കിന്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയുള്ളതാ. ഇങ്ങനെ കാണിക്കാം. ലിബിനും അപ്പനും പിന്നെ നേരെ ചക്ക പറിക്കാൻ വേണ്ടി നേരെ ഫ്രണ്ടിലേക്ക് കിട്ടിയില്ലേ? ഞങ്ങൾ പ്ലാവ് വിട്ടു. നോക്കിയോ? ഉറപ്പാ. ഗൈസ് ഇതിന്റെ മേളിൽ നിന്ന് ചക്ക പറിക്കാന്ന് വെച്ചാൽ അങ്ങ് മേളിലാട്ടോ, തുഞ്ചത്താണ് ചക്ക എടുക്കുന്നത്. അവിടുന്ന് വേണം നമുക്ക് ചക്ക പറിച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ടോ ആണോ? അപ്പനും ലിബിനും ഇവിടെ പരിപാടി തുടങ്ങി. നമുക്ക് നേരെ അങ്ങോട്ട് സഞ്ചരിക്കാടാ. ആരാ? പുഷ്പ. നൈസായിട്ട് അവിടെ നിന്നിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. ആള് അവിടുത്തെ എല്ലാം എടുക്കാനുള്ള പരിപാടി കേട്ടോ ആള്. ഗൈസ് അപ്പനും ലിബിനും പ്ലാവിന്റെ അടുത്ത് നിന്ന് ഡിസിഷൻ തുടങ്ങി കേട്ടോ. ഏതാടാ ഉറപ്പിച്ചോ? ഇത് പിടിക്കാൻ പറ്റൂല. പറിച്ചോ. ഏതാ? ഇതാ ഇത് ഞാൻ കാണുന്നുണ്ടോ അപ്പേ? ഏതാ? ഇപ്പുറത്തോട്ട് വാ. ഏതാ അപ്പേ? ഇവിടെ എല്ലാം ഈ കയറ് വലിച്ചു കെട്ടിയാക്കുന്നുണ്ട്. പാടാട്ടോ.
തോറ്റുകൊണ്ട് ഇടപഴകാൻ വേണ്ടി. അപ്പോൾ ഞാൻ വെഹിക്കിളുണ്ടേ ഇതിൻ്റെ അകത്തോട് മേലോട്ടാക്കാനാ. ഇതിവിടെ ഉണ്ടാക്കിയെടുത്ത ഏണിയാ കേട്ടോ. ഏതാ ലിബിനെ നീ അവിടെ മാറിക്കോ കേട്ടോ. ഈ ചെറിയൊക്കെയാണോ അപ്പാ? ലിബി നീ അവിടെ നിന്ന് മാറണോ ലിബിനെ? കോടാലി നീ മാറി ലിബി. അപ്പാ ലിബിനെ മാറാ. അതിന് കൊള്ളുന്നുണ്ടോ അപ്പേ? ഓ അത് ഞാൻ പഠിക്കണം അപ്പാ. കൊള്ളുന്നുണ്ടോ? ഓട്ടെ വിളിച്ചോ കിട്ടി. പഴുത്തേക്കാ അത് പഴുത്തത്. ഇത് പഴുത്തു പോയി. ആർക്കൊക്കെയാണ് പഴം വേണ്ടേ? ആയില്ല നീ അത് കണ്ടിക്കാൻ പോകണോ? അല്ലല്ല അയ്യോ അത് പഴുത്തു പോയി. കുറച്ച് സാധനം. അയ്യോ ഇത് ജാക്ക് ഫ്രൂട്ടായപ്പാ. മനുഷ്യ ഓഹോ ഇത് കൂഴയാണോ? ഇത് കൂഴയത്. ഇത് കൂഴ. ഇലയട ഉണ്ടാക്കാം. സൂപ്പർ സാധനം. എന്നാ കൊണ്ടുപോയാലോ? അപ്പം ഇത് വീട്ടിൽ കൊണ്ട് ഇലയട ഉണ്ടാക്കാം നമുക്ക്. മമ്മി അല്ല അതും ഇതായിപ്പോയി, പഴുത്തുപോയി. ഞാനേ സത്യം പറയാലോ ഇത് മൂത്താന്ന് പറഞ്ഞ അപ്പം പറഞ്ഞ ഞാൻ തള്ളുന്നതായിരിക്കും. താഴെ വീണപ്പോൾ അത് പോയി. നീ എവിടെ അതിൻ്റെ അപ്പുറം വീണു പോയി ഇത്. ഇവനെ ഞാനത് അപ്പം പറയുന്നത് തള്ളുന്നതായിരിക്കും, മൂത്തായിരിക്കും. താഴെ വീണപ്പോൾ അത് പഴുത്താന്ന് മനസ്സിലായി. അപ്പം ഇതുകൊണ്ട് ഇലയട ഉണ്ടാക്കാം. ഇവിടെ ഫുള്ള് ഇതിൻ്റെ മണം കേട്ടോ. മണമെന്നറിയാം ഈ സാധനത്തിന്. ഇതുണ്ട് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മണത്ത് മനസ്സിലാക്കിയ മണത്തോ നോക്കി എന്ത് മണമെന്ന് നോക്കിയേ അല്ലേ? നമ്മൾ വീഡിയോ കാണുന്ന നല്ല ഫീൽ ഉണ്ടെന്ന് പറയും അല്ലേടാ? ആണോ? നിങ്ങൾ എടുത്ത് കഴിച്ചു അല്ലടാ കഴിക്കടാ. രണ്ടുപേരും പക്കത്തിനൊത്ത്. എടാ ഇത് വേറെ സൈഡിലെ ഫീലിംഗ്. നീ തമാശ കളിക്കല്ലേ? അവൻ ഫീലിംഗ് ഇടാൻ പോയതാ. പപ്പ അവിടെ നിന്ന് ഇടാൻ വേണ്ടി തീരുമാനിച്ചോട്ടോ. അത് ഇട്ടതെല്ലാം പാളിപ്പോയി. കാരണം ഇത് പഴുത്തതായിക്കാത്ത വേണ്ട. എവിടെ പപ്പ ഏതിടാനാ? അപ്പൊ ഇതിടാനാ പപ്പ? ഇതിടാനാണോ അപ്പ? ഏറ്റവും മേലത്തെ ഞാൻ പറഞ്ഞപ്പാ ശ്രദ്ധിക്കണോടാ ഇവന്. അത് ഞാൻ ഇങ്ങോട്ട് വന്നു. മമ്മി മാറി മമ്മി. അടുത്ത അവിടെ വെച്ച് നമുക്ക് ചക്ക അട ഉണ്ടാക്കാം. മിഷൻ ഫെയിൽ ആയിട്ടോ. ചക്ക ഇടാൻ പറ്റുന്നില്ല. തോട്ടിക്ക് അത്ര കേട്ടോ. പെട്ടു. പ്ലാവങ്ങ വെട്ടാ. പോടാ. ആകെയുള്ള 2 പ്ലാവാ. ഒന്നിതും ഇത് കായ്ക്കത്തൊന്നുമില്ല. കാലത്ത് പറഞ്ഞു കേട്ടിട്ടില്ലേ മക്കളായി നിക്കണം എന്തൊരു സാധനം പറയില്ല. അടിക്ക് വിട്ട് കഴിഞ്ഞാൽ എന്തൊരു പറയൂല. എന്നാ മേലെ പറയാ. അപ്പൻ മാറിയ മാറ്റത്തിന് അമ്മ പരിപാടി തുടങ്ങിയതേ. അമ്മയ്ക്ക് പറ്റിയ സൈസാ. വലിച്ചോ. വലിക്കമ്മേ. പറ്റുന്ന പണിക്ക് നിന്നാ പോരാ മമ്മി. മമ്മിയുടെ എക്സ്പ്രഷൻ, നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കടാ. ഇട്ടു. ചക്ക പറിച്ച് നമ്മുടെ അപ്പൻ എത്തിട്ടോ. വെടിക്കെട്ട് ചക്ക. ഇത് അടുത്ത 2 ചക്ക ഇതാ ഇവിടെ നിൽക്കുന്നു കേട്ടോ. അത് ഈ സമയത്ത് അമ്മ വെട്ടി അല്ലേ? മമ്മി സൈസാക്കി കേട്ടോ സാധനം. ഗൈസ് ചക്ക പറിച്ചതിന് ശേഷം നേരെ കോടാലി എടുക്കുന്നു. ഒരു വെട്ട്. ഇത് വരിക്കയാണോ കൂഴയാണോ അപ്പ? ഇത് കൂഴ. ചക്ക ഏത് സൈസ് ഞാൻ കണ്ടാ പറയും കേട്ടാ. കൂഴയാണോ വഴിക്കാണോ എന്ന് നമുക്ക് നോക്കി. നമ്മളിട്ട പഴുത്ത് ഇപ്പം കൂഴയായിരുന്നു. അതായത് തോലിന് കട്ടിയില്ലാത്ത കൂഴയും തോലിന് കട്ടിയുള്ളത് വരിക്കയാണ്. അമ്മ ചതിക്കല്ലമ്മേ. പോയി അങ്ങനെ കേട്ടോ. ഗൈസ് ഈ സാധനം ഇനി മൊത്തം വെട്ടി മുറിച്ച് മമ്മി മൊറൊന്നും എടുത്തിട്ടില്ല. മൊറ എടുത്തോണ്ട് വാ. ഗൈസ് ചക്ക ഓരോന്നോരോന്നായിട്ട് അപ്പൻ വെട്ടി. അതെ പൊളിക്കല്. ഇത് പൊളിക്കണം, അരിയണം, പിന്നെ ഇതെല്ലാം സെറ്റപ്പ് ആക്കണം. സ്വന്തം അനിയനെ ഭീഷണിപ്പെടുത്തോളാം നോക്കിയേ. നീ പറയടാ ഇവിടെയാണ് മൈക്ക്. നീ പറഞ്ഞോ. അപ്പാപ്പൻ ഇത് എവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പാപ്പൻ ഇന്ന് മൊത്തം ഉടക്കുമൈൻഡാ. ഇന്ന് ഫുൾ ഉടക്കുമൈൻഡാ. അതല്ല പറഞ്ഞേ. എന്നെ പാപ്പാന്ന് വിളിക്കും, കോപ്പാന്ന് വിളിക്കും. ഗൈസ് ആള് നാളെ രീതിയിലാണ്. പപ്പ 2 ഇട്ടപ്പോഴത്തേക്കും മടുത്തു. പപ്പ 2 ഇട്ടപ്പോ പപ്പ മടുത്തു. പണിയെടുക്കണം. ഞങ്ങളെ പോലെ അധ്വാനിക്കുന്ന മനസ്സുണ്ടാകണം. ഗൈസ് നോക്കൂ നമ്മൾ ഫൈനലി അടുപ്പ് കൂട്ടി. ഇനിയിപ്പം ചക്ക പിന്നെ റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ചക്ക ഒതുക്കണം. അതിനുശേഷം എണ്ണ ഒഴിച്ചത് വറക്കണം. ഈ സാധാ ചട്ടിയിലായതുകൊണ്ടുള്ള പ്രശ്നം ഇതിൻ്റെ ഫ്ലോയിങ് സാധനം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. മമ്മി ഇതേ കസാര, മുറം, ചെരുവം ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു തുടങ്ങി. ആർക്കാ
നിനക്കോ? അതേടി ഇരിക്കാനുള്ള സാധനം ഇരിക്കുന്നതേ. हमारा दोस्त का एक अच्छा खाना है ये वाला हमारा चरपन है हमारा खाना का छोटा टाइम है छोटा टाइम है कुछ में खाना का नहीं मिलेगा टाइम है ना खाना है ഇവിടെ വന്നപ്പോ ഭയങ്കര കഷ്ടകാലം ഭക്ഷണമൊക്കെ ആയിരുന്നു. പുള്ളിക്കാരന്റെ നടുവല്ല ഒടിഞ്ഞു കിടന്നപ്പോ वो मेरा मम्मा बोलेगा എങ്ങോട്ടാ പോകുന്നത്? പോവാ ചൂട്ടെടുക്കാൻ പോവാ പറഞ്ഞു കേട്ടോ മേരാ മമ്മ പോലെ അച്ഛാ അച്ഛാ അച്ഛാ. ഗൈസ് നോക്കൂ, ഫൈനലി മമ്മിയും ലിവിനും പണി തുടങ്ങി. ഓ ചക്ക ഓരോന്നോരോന്നായിട്ട് അടർത്താൻ തുടങ്ങി കേട്ടോ. അഭിരാമി തുടങ്ങ്. ആ ആ ആ കഥ വേണ്ട. ഒരുത്തൻ അങ്ങോട്ട് നോക്കിയോ, ഒരുത്തൻ അവിടെ നിന്ന് കാണിക്കുന്ന നോക്കിയേ. കാർട്ടൂൺ കണ്ടോ, അവന്റെ മുഖവികാരം കണ്ടോ? അഭിരാമിക്കേ പഠിക്കാനാണ് വന്നത് 5 കൊല്ലമായി. അവള് പഠിക്കുന്നില്ലടാ. അവളെ ഇങ്ങനെ യൂട്യൂഷൻ നിൽക്കാനേ മമ്മിയെ ഇത്ര നാളെ അഭിരാമിയ ഇതിലാണ് പപ്പ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ചക്ക യൂറോപ്പിലോ മറ്റ് രാജ്യങ്ങളിലോ മേടിക്കാൻ ഒരു 3000 രൂപ 3000 രൂപയൊക്കെ ഇത്രയും കിട്ടുമെന്ന് തോന്നുന്നു. 3000 രൂപയ്ക്ക് നീ അവിടെ പോയി ഇരുന്നാ മതി പുറത്ത് പോയിട്ട്. അല്ല, ചെറിയൊരു പീസിനൊക്കെ 3000 കൊടുക്കേണ്ടി വരും. 10 ചുളക്കൊക്കെ 10 ചോളയ്ക്ക് $10 കൊടുക്കേണ്ടി വരും അല്ലേ ഗൈസ്? ഇതുകൊണ്ട് ഇതേപോലെ കേട്ടോ ഇനി ആരും പറഞ്ഞാക്കല്ലേ ഞങ്ങൾ അവിടെ പോകാതെ നിങ്ങൾ ഇവിടെ തള്ളില്ല, ഞങ്ങൾ അവിടെ എത്തിയതാ. അതെ ഗൈസ്, ഇത് കണ്ടോ, ഇതേപോലെ ചക്ക ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ പടപടാന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. കളി പറ്റാം, ഞാൻ ക്യാമറ പിടിക്കാം, നിങ്ങൾ പറഞ്ഞോ. അതിനോ അങ്ങോട്ട് ഇറങ്ങി ചക്കരക്കൊക്കെ ആട്ടെ. എന്റെ കൊച്ചു വിഷമിച്ച് വന്നാ നീ കിടന്ന റെസ്റ്റ് എടുക്കാൻ വന്നാ. ഓ എന്തൊരു സ്നേഹം പപ്പേ, എന്തൊരു സ്നേഹമെന്ന് നോക്കിയേ. അമ്മയ്ക്ക് സ്നേഹമില്ല. അതല്ലെന്ന് അവന് ഇത്ര നേരം അടിച്ചിട്ടേ ഇപ്പം കാർട്ടൂൺ മാറ്റി ഒന്ന് മാറ്റി താഴാന്ന് ഒക്കെ ഓരോന്നോരോന്നായിട്ട് ഇതളാക്കാൻ തുടങ്ങി കേട്ടോ. ഇതാണ് ഏറ്റവും കൂടുതൽ പാട് ഇതിന്റെ ചോള. ഇത് പണ്ട് പശുവിന് കൊടുക്കൂലായിരുന്നു ഇതിന്റെ മടല്. പിന്നെ പണ്ട് പശുവും ഞങ്ങളൊക്കെ ഇതും കൊണ്ടല്ലേ ജീവിച്ചത്. പക്ഷെ ഇത് വേറെ കാര്യമുണ്ടേ അമ്മ. വിഷമം അറിഞ്ഞിട്ടുണ്ടോ? ഓ മിന്നി വന്നിരിക്കും, ഉപ്പില്ല. ഇത് വേറെ കാര്യം ഞാൻ പറഞ്ഞു. അകിട് നീക്കം ഉണ്ടാവൂലേ ഇത് ആദ്യം തിന്നു കഴിഞ്ഞാല്? ഇതേപോലെ ചക്ക ഇങ്ങനെ ഇതേപോലെ ആക്കി എടുക്കും. എന്നിട്ട് ഇതുണ്ടോ മമ്മി ഇങ്ങോട്ട് ഇടും. പപ്പ എന്ത് ചെയ്യും, ആ കാണുന്ന ചക്കനെ ക്ലീൻ ചെയ്യും. അതായത് അതിന്റെ സംഭവം എല്ലാം മറിച്ചിട്ടോ പടപടയും സൗണ്ട്. എടി നീ വീണോ? വീണല്ല, പാത്രമെല്ലാം നിറച്ചിട്ട്. വിളിക്കൂ 101. സാഷ്ടാംഗം പ്രണമിച്ചോ? ആ ഇല്ല, ഒരു കുഴപ്പമില്ല. ഇതേ വരുന്നു. അഭിരാമി 2 പാത്രം കൊണ്ട് അഭിരാമി എത്തി കേട്ടോ. ഇതുകൊണ്ട് ഇതേപോലെ ചുള ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഈ കാണുന്ന പാത്രത്തിലേക്ക് ഇങ്ങനെ പടപടാന്ന് ഇടുന്നു. അതിന് ശേഷം ഇതുണ്ടോ പപ്പ ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് ആ കാണുന്ന അപ്പച്ചമ്പുണ്ട് അതിലേക്ക് ഇങ്ങനെ ഇതാണ് വറക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ചക്ക ഇതേപോലെ അരിഞ്ഞ് ഇതിലേക്ക് തള്ളും. ഇതാണ് മമ്മി ഓരോന്നോരോന്നായിട്ട് ഇടല് തുടങ്ങി. എന്നാ ഊറുമ്പാ എബിനെ, നമ്മളൊക്കെയാണ് ഈ ചക്കയ്ക്ക് വേണ്ടി ഇതാക്കുന്നത്. അതായത് ഒരു വില കാണിക്കാത്ത. എനിക്ക് നല്ല വില. കേരളം വിട്ട് കഴിഞ്ഞാല് ഈ സാധനത്തിന് നമ്മളെ പൈനാപ്പിളിന്റെ കേസറിയാവോ? മൈക്കിൾ കുക്കിംഗ് തുടങ്ങി. എബിനെ, പൈനാപ്പിൾ ചില സമയത്ത് ചീപ്പാണ് നമ്മുടെ കേരളത്തില്. പക്ഷെ അത് മഹാരാഷ്ട്ര ചെന്ന് നോക്കി ഭയങ്കര പൈസ. കിലോത്തിന് 100 രൂപ കൊടുക്കാതെ കിട്ടൂല. ഗൈസ്, ഇതൊരു നല്ല ഫീലിംഗ് ഉള്ള ടൈമാട്ടോ. എല്ലാരും കൂടി ചക്ക ഒരുക്കുന്നു. മൈക്കിൾ എന്ത് ചെയ്യണേ? ഗൈസ്, എല്ലാരും ഓരോരോ പരിപാടികളും സംഭവങ്ങളും ചെയ്തോണ്ടിരിക്കും. വേറെ കേസുണ്ട് ഇവരെ. ഇത് ഒരാള് തന്നെ പണി എടുക്കുവാണെ ഭ്രാന്ത് പിടിക്കുന്ന ഏർപ്പാട്. അമ്മ തന്നെയല്ലേ ഉണ്ടാക്കി തരുന്നേ. അത് ഇച്ചിരി 2 പേർക്ക് 4 പേർക്ക്. മൈക്കിൾ ഇതൊന്നും കണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണോ മൈക്കിൾ ഇങ്ങനെ ഒരു ഉടായിപ്പ്. അവന്റെ ഒന്ന് എങ്ങനെയാ ഇത് തിരിച്ച പണി കണ്ടാ അറിയാവോ? അപ്പുറത്തോട്ട് മമ്മി ഇവക്ക് അറിയത്തില്ല കേട്ടോ, പറഞ്ഞു കൊടുക്ക. മോനെ അവിടെ എടുത്തു വെക്കാം. ഇവൻ ഇതിനകത്ത് മണ്ണിടും. തവി മണ്ണുകൊണ്ടുള്ള കളിയാ. ഫോണ് വേണ്ട. അഭിരാമി ഓ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ ഓരോ പരിപാടികളോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചക്ക ഒരുക്കുന്നു, ചക്ക ഇതളാക്കി ഇടുന്നു, പിന്നെ ചക്ക കൊത്തുന്നു, അതിന്റെ മടിഞ്ഞൽ കളയുന്നു, അതിന്റെ ചകിനി കളയുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോ പരിപാടി വറക്കാനുള്ള സംവിധാനങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിന്റെ തൊട്ട് സൈഡില് ആംബിയൻസ് നോക്കിയേ, ഒറ്റ മനുഷ്യനില്ല കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു വീടല്ലാതെ ഒരു 500 മീറ്റർ അടുത്ത് എന്താ സൈലൻസ് നോക്കിയേ, വേറൊരു സൗണ്ടും ഉണ്ടാവൂല.
ഏകാന്തത, നല്ല വായു, ആ നല്ല അന്തരീക്ഷം. ആ ചക്കരക്ക് ലിവിനെ കാലയിലായാലേ പിന്നെ ഭയങ്കര പാടാ പോകാൻ വേണ്ടി. ഇതിന്റെ അരക്കൊരു വലിയ വിഷയമായിട്ട്. ചക്കരക്കൊന്നും എനിക്കൊരു വിഷയമല്ല. എനിക്ക് പെൺപിള്ളേരില്ലാത്ത കാരണം എന്റെ കൊച്ചു എന്റെ എബിയും പണിയെടുത്ത് തരും. ആ ഓ എന്റെ കണ്ണടച്ച് കാണിക്കാൻ അങ്ങോട്ട് നോക്കിയേ. എല്ലാം ചെയ്യുമായിരുന്നു. തുണിയെല്ലാം എനിക്ക് അടുപ്പിക്കാഞ്ഞതാ. എൻ്റെ അപ്പം പറഞ്ഞു നമ്മുടെ കുടുംബക്കാർക്ക് പറ്റിയതല്ല, പെണ്ണാക്ക് പണിയെടുത്തുന്നത് നീ ഇനി മുതൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു. മമ്മി അതോടുകൂടി ടീം കൈസ് എന്തായാലും ഓരോരുത്തരായിട്ട് ഓരോ പരിപാടി ചെയ്യുന്നു. ആദ്യം ഇതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് അല്ല ഇതെല്ലാം ഇനി സെറ്റപ്പ് ആയിട്ട് പപ്പ ഇത് അരിയട്ടെ കേട്ടോ. അരിഞ്ഞ് ലെവലാക്കിയിട്ട് നമുക്ക് ഇനി വറക്കാൻ തുടങ്ങാം. അവിടെ തീയൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കും. ലിബിനും അവിടെ ഓരോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അഭിരാമി ഓരോ പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സ്ഥലത്ത് മൈക്കിൾ പിണങ്ങി കിടക്കുന്നു, ഒരു സ്ഥലത്ത് അപ്പൂസ് അവനെ അനുചിഞ്ചപ്പെടുത്തുന്നു, മറു സ്ഥലത്ത് ഞങ്ങൾ ചക്കേനെ സൈസ് ആയിക്കൊണ്ടിരിക്കുന്നു. പാടാ ഇത് പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇത് അപ്പോളോ ടയറായിരുന്നു. ഏതോ ഒരു വലിയ ലോറിയുടെ ടയർ പൊട്ടിപ്പോയിട്ട് ഞാനും ലിവിനും കൂടെ തള്ളി കയറ്റിക്കൊണ്ട് വന്നിട്ട് ഈ സാധനം. അല്ലാടാ ലിവിനെ എളുപ്പമുണ്ടായിരുന്നു. താഴെ എന്താ എപ്പോഴും എൻ്റെ കയ്യിലെ പാട് പോയിട്ടില്ല അല്ലേ? ആ ഇവനാ ഇത് നീ മുകളിൽ നിന്ന് കുഞ്ഞിലെ വലിച്ചോണ്ട് വന്നിട്ട് ഇവിടെ വീണ് മുള്ളുകമ്പി കൊണ്ട്. മൈക്കിളുണ്ടല്ലോ, മൈക്കിളോട് നിന്ന് സെപ്പറേറ്റ് ആയി മാറി നിന്ന് കേട്ടോ. ഇവിടെ അവന് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ കരികിൽ പറക്കാൻ തുടങ്ങി. വളരെ സന്തോഷം. അതല്ല അവന്റെ വിചാരം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ പോവാന്നാ. അവൻ അങ്ങോട്ട് ഓടുമ്പോ എല്ലാരും കൂടി പിടിച്ചോണ്ടിരുവാ. അപ്പൊ കൊച്ചിന് ദേഷ്യം വന്നു. അപ്പൊ കരിയിലെ എത്ര AC ഇട്ടാലും ഇതേപോലെ ഒരു തണുപ്പ് സത്യം അതില്ല. ഈ ചക്ക റെഡിയാക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ അരക്ക് കയ്യേൽ പതിയും. ഇനി മണ്ണെണ്ണ വെച്ച് വേണം എല്ലാവരും പണിയെടുക്കണം. അവനും പണിയെടുക്കട്ടെ. കല്ലെടുത്ത് എറിയുക അടുത്ത പറമ്പിലേക്ക്. ഞങ്ങളുടെ കല്ലുകൾ വേറെ പറമ്പിലേക്ക് എടുത്തെറിയുക. അതാണ് പരിപാടി. ആരും തലക്കൊന്നും കൊള്ളല്ലോ കേട്ടോ. ഗൈസ് വെളിച്ചെണ്ണ എടുത്തു. എല്ലാവരുടെ കയ്യിലും വെളിച്ചെണ്ണയാക്കി. അതായത് അരക്ക് കളയാൻ വേണ്ടിയിട്ടാ. മമ്മിയുടെ കയ്യിൽ മണ്ണെണ്ണയും പറ്റുക കളയാനല്ലേ? ആ ഗൈസ് എല്ലാവരും അവരവരുടെ കയ്യിലെ അരക്ക് ഇതേപോലെ വെളിച്ചെണ്ണ തൂത്ത് കളയാം കേട്ടോ. അപ്പോൾ ഫൈനലി തീ പിടിപ്പിക്കാനുള്ള പരിപാടി കേട്ടോ. മേളിൽ പോയിട്ട് ചാരവും പിന്നെ കുറച്ച് കരിക്കട്ട എടുത്തുകൊണ്ട് വന്നു. ഇനിയും ഇതിൻ്റെ അകത്തോട്ട് വിറകും സംഭവങ്ങളും കൊത്തിപ്പൊട്ടിച്ച് വെച്ചിട്ട് ഇവിടെ തീ കത്തിക്കാനുള്ള പരിപാടി കേട്ടോ. ലിബിനും അമ്മ ഇപ്പോഴും ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ചൂട്ടിന് തീ കൊടുത്തു കേട്ടോ അപ്പൻ. ലിബിന് ഇതേ സമയത്ത് കുറച്ചും കൂടെ ഇതെന്നടാ ഇവിടെ പവർ കിട്ടാൻ തീക്ക് മറ്റേ ഇത് കൗങ്ങിൻ്റെ തണ്ട്. ബസ് കൗങ്ങിൻ്റെ തണ്ട് ദേഹത്താക്കല്ലോ കേട്ടോടാ. ദേഹത്തായി ആയി ഭാഗ്യം. കൈസ് തീ കത്തിച്ചു. പക്ഷെ ഇത് ആ വിറകെ തീ പിടിക്കണം എന്നേ കാര്യമുള്ളൂ. ലിബി നിന്റെ കൈക്ക് സുഖമില്ല തന്നെ. വെട്ടണ്ട കൈക്ക് സുഖമില്ല. അതന്നെ കൊരണ്ടി സിസിലി ഇതന്നെ ചക്കരക്ക് പിടിച്ചാ. ഞങ്ങളെ ഇത്രയും വിറക് മതി. അതെ 4-5 പീസാക്കിയിട്ട് മുറിക്കുക കേട്ടോ. അത് മുറിച്ചിട്ട് എന്തിനാ മുറിക്കുന്നേ? തീ വെക്കാൻ. എന്തിനാ തീ വെക്കുന്നേ? വറക്കാൻ. ആ ഗൈസ് നോക്കൂ ഫൈനലി തീ പിടിപ്പിച്ചു. അപ്പൻ ഉരുളിയിൽ മണ്ണുണ്ടെന്ന് തോന്നിട്ടോ. ഒന്ന് കുടയണേ. കുറഞ്ഞോ? ഉരുളി മണ്ണില്ലേ? ഗൈസ് ഇത് കണ്ടോ. ഈ കാണുന്ന ഇവിടെ ഞങ്ങൾ ചട്ടിയും സംഭവങ്ങളും സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തു. പക്ഷെ തീയാണ് പണി കിട്ടാൻ പോകുന്നത് കേട്ടോ. കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് അങ്ങോട്ടാണ് അടുപ്പിന്റെ അകത്ത് കത്തുക. അപ്പൊ ഇത് നല്ല രീതിയിൽ തിളയ്ക്കൂലോ അപ്പൊ ഈ വെളിച്ചെണ്ണ? പിന്നെ അടുപ്പിന്റെ തീ എന്ന് വെച്ചാൽ ഗ്യാസിന്റെ തീ ഒന്നും അല്ല. പിന്നെ നമ്മുടെ ചട്ടിയിലേക്ക് നമ്മൾ നല്ല ഒന്നോന്തരം വെളിച്ചെണ്ണ ചേർത്ത് കേട്ടോ. ഇനിയിപ്പോ ഇത് വറക്കലാണ് പരിപാടി. മമ്മി ഇവിടെ അരിയുന്നുണ്ട്. മമ്മി കൈസ് നോക്കൂ. ഇത് ഞാനൊരു അവസ്ഥം കാണിച്ചവനെ എന്നടാ ഓട്ടാ മണ്ണ് പിടിച്ചിട്ട് കൈ മൊത്തം മണ്ണായി. ഞാൻ അരിയാൻ പറ്റൂല. അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ട്രിക്ക് പണിയെടുക്കാൻ. ഗൈസ് നോക്കൂ നമ്മുടെ എണ്ണ ഏകദേശം തിളച്ചു കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ പിന്നെ ഈ കാണുന്നത് വിറകായതുകൊണ്ട് നല്ല രീതിയിൽ പുക ഉണ്ടാവും കേട്ടോ. പുകയുണ്ടാവും. പക്ഷേ പെട്ടെന്ന് ചൂടാ. ഇപ്പം ഗ്യാസിലാകുമ്പോൾ എത്ര നേരം വെച്ചാലും ഇത് ചൂടാവുക. യെസ്. അപ്പം ഓൾറെഡി ഇവിടെ കുറേ ചക്ക വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ചൂടോടുകൂടി കഴിക്കണമെന്ന് പറഞ്ഞാൽ മറ്റേ ചക്ക വറുത്ത് വേണേൽ അപ്പനെ സമീപിച്ചാൽ മതി കേട്ടോ. എന്തിനാ അല്ലേ? ഗൈസ് നോക്കൂ ഫൈനലി നമ്മുടെ ചക്ക അങ്ങനെ വറക്കാൻ തുടങ്ങി. ഇതാകുമ്പോൾ നല്ല ഫ്രഷ് ചക്ക വറുത്ത് നമുക്ക് കഴിക്കാം. നല്ല സെറ്റപ്പ് ആയിട്ട് ഇവിടെ ഓൾറെഡി ചക്ക വറുത്ത് ഉണ്ട്. പപ്പ വറുത്ത് വെച്ചു. പക്ഷേ ഇതെന്നാ സംഭവം ഉണ്ടാവില്ല. ഈ ചക്ക ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള യൂറോപ്പിൽ അടുത്ത വർഷം പോകുന്ന ചക്ക കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകണം. ഒത്തിരി ഗൈസ് ഇത് കണ്ടോ. ഈ കാണുന്ന ഇവിടെ എണ്ണയിൽ അതായത് വെളിച്ചെണ്ണയിൽ വറുത്തല്ല ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണയിലേക്ക് ഈ കാണുന്ന ചക്ക വറുത്തത് അങ്ങനെ ചക്ക വറക്കാൻ വേണ്ടി ചക്ക അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ നല്ലോണം പൊള്ളി വന്നു കഴിഞ്ഞാൽ സെറ്റ് പരിഗണന അല്ലേ. നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നുള്ള സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന്റെ ഫീലിംഗ് വേറെ തന്നെയാണ്. അതെ നല്ല ചൂടോടുകൂടി മേടിച്ചാലും ആ ഇത് കിട്ടും. അത് ചൂടോടുകൂടി നമുക്ക് ചക്ക വറുത്ത് കഴിക്കാൻ പറ്റും. സംഭവം അറിയാം. മഴക്കാലമാണ്. ആ മഴ അങ്ങ് വീഴുമ്പോൾ ഇതങ്ങ് കടിച്ച് ഈ കാണുന്ന ഇതുണ്ടല്ലോ. ഇത് നാട്ടുമാവാട്ടോ. ഇത് രണ്ട് സെറ്റപ്പ് എന്നാന്നറിയാം. ഇങ്ങോട്ട് ഞങ്ങളുടെ അങ്ങോട്ട് മടങ്ങാറ്. അങ്ങനെയൊന്നുമല്ല. അവർ തന്നെയാ ഇങ്ങോട്ട് വീഴുമ്പോൾ ഞങ്ങൾ എടുക്കുന്നു. നമ്മുടെ ഈ കാണുന്ന
കാണിക്കാണ്. ചക്ക ദേ തളച്ചു വന്നു. ഇനി ഈ വെണ്ണയൊക്കെ എടുത്ത് ചക്ക ഒന്ന് മൂത്തു. മൈക്കിളിന്റെ നോട്ടം നോക്കിയേ. ചക്ക തിളക്കുകയല്ല. ഈ മൈക്കിളിന്റെ നോട്ടം നോക്കിയേ. തൃശ്ശൂർ തളാന്നൊക്കെ പറയും. ഗൈസ് നോക്കാം. ഇത് പച്ച സാധനം ഇപ്പൊ ഇങ്ങനെ മൂത്ത് വന്നു. ഇതിന് വറുത്ത് സെറ്റപ്പ് ആണ് കേട്ടോ. ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് പൊള്ളുന്നു. ആണോ? ഇന്ന് വേറെ കാര്യമുണ്ട്. ഇന്ന് വീട്ടിൽ പോയിട്ട് നല്ല ചക്ക നന്നായിട്ട് വേവിച്ചതും. ആ ചക്കപ്പഴം എടുക്കണേ, നമുക്ക് ചക്കപ്പം ഉണ്ടാക്കാവേ. പക്ഷെ ഇതെവിടെ കിട്ടും? ഏതാ? കൂമ്പളല്ല അവിടെ ഉണ്ടാവായിരിക്കും. ആണോ? സർക്കസാ സർക്കസാ. കൈയൊക്കെ അടിക്കുന്നുണ്ട്. എന്റെ പോലെ അച്ചാത്ത വെച്ച് തരും. ലിബിൻ കേട്ടോ ഇപ്പം അമരത്ത് കയറി. അപ്പനെ ഇറക്കി വിട്ടിട്ട് ലിബിൻ കയറിയിരിക്കാൻ പങ്കായി ലിബിന്റെ കയ്യിലെത്തി. അതായത് ഇതിനിപ്പോ ഒരു ഗോൾഡൻ കളറായി പറഞ്ഞു കേട്ടോ, എങ്കിലേ ഇത് സെറ്റപ്പായി വരുള്ളൂ. ലിബിൻ ഇത് കരിഞ്ഞ് ഇനിയും ആവണമെന്ന് പറയും. എന്നാ ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങളുടെ ചക്കവർത്തായിട്ടോ ഗോൾഡൻ കളർ ആയിട്ടോ. പണ്ടായിരുന്നു ഞാൻ കൈ കൊണ്ട് ഊരിയെടുത്താണ്. അതിനാ ഇപ്പം പറ്റൂല. അതിനാ എണ്ണേൻ്റെ അകത്ത് എന്നും മറ്റേ ശീലമല്ലായിരുന്നോ? അപ്പൊ എണ്ണേൻ്റെ അകത്ത് കൈയൊന്നും പറ്റൂലേ. ഗൈസ് നോക്കൂ, ഓരോന്നോരോന്നായിട്ട് വാരി ഇടുക കേട്ടോ. ഇനി അതിന് ശേഷം ഇതും കൂടെ വർക്കാണ്ട് എന്നിട്ട് നമുക്ക് പോവല്ലേ. മാനേജർ ഫുള്ള് നോട്ടം വഹിക്കുന്നുണ്ട്. ആരാ? മൈക്കിളാ? മൈക്കിൾ ഒന്നര കൊട്ട ഗൈസ് നോക്കൂ. അതായത് നമ്മൾ ചക്ക വറക്കുന്നു, ചക്ക വറുത്ത് കഴിക്കുന്നു. മേളിൽ കുറച്ച് അണ്ടി പെറുക്കി വെച്ചിട്ടുണ്ട്, അത് ഇരിയുന്നു. അതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ അങ്ങാടിക്കട വീട്ടിലേക്ക് പോകാട്ടോ. അതാണ് നമ്മുടെ പരിപാടി. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഡ്രൈവിംഗിന്റെ എച്ച് ഉണ്ട്. എച്ച് എടുക്കണം, പോയിട്ട് 19-ാം തീയതി ലൈസൻസ് മേടിക്കണം. പോണം 19-ാം തീയതി. ഇനി അഭിരാമിക്ക് ലൈസൻസ് ആയി, എനിക്ക് ലൈസൻസ്, ഇനി ലിബിനും കൂടെ ലൈസൻസ് കിട്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന യാത്രകളൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്ന അഭിരാമിയും ലിബിനും ആയിരിക്കും. അങ്ങനെ ആയിരിക്കും നമ്മുടെ പരിപാടികളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞങ്ങൾ നാട്ടിൽ തന്നെ നിൽക്കുന്നത് ലിബിൻ്റെ അഭിരാമിൻ്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടി. ആ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തകർക്കും. എൻ്റെ മൈക്കിൾ വണ്ടി ഓടിപ്പിച്ചാണ് ഞാൻ. പക്ഷെ എന്നെ അകത്ത് പോകണമെന്ന് ആഗ്രഹമില്ലായിട്ടാണ്. ഗൈസ് നോക്കൂ. അപ്പം നമ്മുടെ ചക്കവർത്ത സംഭവം ഇതന്നെ ഈ നോക്കുന്നേ. പപ്പ നോക്കിയപ്പോൾ മുഖിരിക്കുന്നു നോക്കിയപ്പോ അമ്പോ എന്തൊക്കെ സർക്കസാന്ന് നോക്കിയേ. പപ്പ അടുത്ത് ഇടുന്നില്ല അപ്പേ. ഗൈസ് നോക്കൂ, ഒരു സെറ്റ് ആയിട്ടോ. ഒരു സെറ്റ് ചക്ക വറുത്തതായി. അപ്പൂസ എന്ന് എടുത്തു കൊടുത്തു. അപ്പൂസേ ഗൈസ് നോക്കുന്നുണ്ടോ ഈ കാണുന്ന ചക്ക? ഗൈസ് നോക്കൂ, ഇതുണ്ടോ നമ്മുടെ എണ്ണയിലേക്ക് ഈ കാണുന്ന ചക്ക ഇട്ട് കൊടുക്കുക. 2 ട്രിപ്പിനുള്ള ചക്ക എന്നെ തെറി വിളിക്കുന്ന ഞാൻ ഒരു കാര്യം പറയാം. ഈ വെളിച്ചെണ്ണേൻ്റെ അകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് തീ കുറയ്ക്കും. ശരിക്കും വറക്കുന്നത് അങ്ങനെയാണ്. വെള്ളം ഒഴിച്ചിട്ട് തീ കുറയ്ക്കും. എടാ അത് വെള്ളമല്ല, അതാണ് വെള്ളം. അത് ഇതിന് ഉപ്പ് കിട്ടാൻ വേണ്ടി അമ്മേ. ആണോ? ചക്കയ്ക്ക് മാത്രം ചെയ്യല, ബാക്കി എല്ലാത്തിനും ചെയ്യും. നല്ല മുരുമൊരാന്ന് കിടക്കുന്ന ബാക്കി എല്ലാത്തിനും നല്ല ചൂടാ. ഇതുകൊണ്ടോ? ആണോ? എന്താ സംഭവം? ഉപ്പിടപ്പാ. ഇത് അപ്പൂന് കൊടുത്തു വിട്ടാരപ്പ. നിന്റെ അസുഖം വേറെ സൈറ്റിലെ പോലത്തെ കേട്ടോ. വേണ്ട. നല്ല കിട്ടില്ല ചക്കവറുത്തത്. ഓ പൊള്ളുന്നു അപ്പേ. പൊള്ളുവാ എന്നാടാ. മൈക്കിളെ എങ്ങനെയുണ്ടാ മൈക്കിളെ? കൊല്ലാവോ? ഓ ഉറക്കം വരുന്നുണ്ടോ അവന്? അവനെ ചക്കവറുത്ത് അവന് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതുണ്ടോ നോക്കൂ, ഇവിടെ ഞങ്ങളുടെ ചക്കവറുത്തതും സംഭവങ്ങളൊക്കെ സക്സസ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നു. ഇത് ഞങ്ങളിപ്പം അങ്ങോട്ടും അങ്ങാടി വീട്ടിലേക്ക് കൊണ്ടുപോകും. നേരത്തെ വറുത്താത്ത സെറ്റപ്പ് ആയില്ല. ബാ ഞങ്ങൾ നേരെ മഴ പെയ്യുന്നതിന് ഇപ്പുറം ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിലെത്തണം. ഓ പപ്പയ്ക്ക് അങ്ങോട്ട് പണിയെടുക്കാൻ പറ്റുന്നില്ല. നോക്കിക്കേ. എവിടെ? ഏതാ? എന്തെങ്കിലും പോയി എടുത്തു. എനിക്ക് എന്തെല്ലാം കൊണ്ടെത്താ. ഓരോ സൈഡിൽ കൂടെ വന്നു തുടങ്ങി കേട്ടോ. അതെ പഴമ്പട സുഖീനെ വടേ വട വടേ വട 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 പഴമ്പരി വട പഴമ്പരി വട. പരിപാടി കഴിഞ്ഞു അപ്പൊ ഇനി ആ സാധനമൊക്കെ എടുത്തോണ്ട് വരും. ഞങ്ങളെല്ലാം ബിരിയാണി 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 ചൂട് ബിരിയാണി ചൂട് ബിരിയാണി മേലേക്ക് കയറും കേട്ടോ. പഴമ്പരി ചായ. അപ്പൊ ഞങ്ങൾ പോയിട്ടേ അണ്ടി പറക്കിയിട്ട് വരാം. ആ അപ്പോൾ ഒതുക്കാൻ പോവാം. നമുക്ക് അണ്ടി ഇരിയാം. ആകെ ഞങ്ങൾക്ക് കിട്ടുന്ന കശുവണ്ടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തല ഇറങ്ങിപ്പോട്ടെ. എന്നടി പറ്റിയ കാല് മുറിഞ്ഞല്ലേ? മൈക്കിളിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ
നമ്മുടെ കൃഷിയെടുപ്പതാ. പയറല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചു കൊടുത്താ അണ്ടി തിന്നിട്ട് തരാം ഉറുമ്പ് പുറകെ വരാം. ആ ബാ അതും പപ്പൻ്റെ അടിച്ചു പറ്റും. നോക്കിയേ ഉറുമ്പ് നോക്കിയേ. ഇവനെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉറുമ്പ് വേണം. ആ ഉറുമ്പ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇതേപോലെ ഇത് ചായ അങ്ങനെ സാധനം ഒന്നും കടിക്കൂല. ഉറുമ്പ് കൊണ്ടുപോകും. ആ വാ മേലേക്ക് പോവാ. അത് കാരണം ഈ മരം മൊത്തം നോക്കി ഫുള്ള് പുഴുവാ അല്ലേ. ആദ്യമായിട്ട് ഞങ്ങളുടെ പറമ്പിൽ കയറുന്ന മൈക്കിള്. എങ്ങോട്ടാടാ? ലിപി മൈക്കിളിനെ കൊണ്ട് പോയിട്ട് തുള്ളി ചാടിയ കയറുന്ന ആള്. മടുത്തു. എത്ര പ്രായം? ചെറിയ പ്രായത്തില് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ? 3 വയസ്സ്. 2 ഇല്ലേ? ഞങ്ങൾക്ക് എത്ര വയസ്സുള്ള വന്നാ അമ്മ? ഞങ്ങൾക്ക് എത്ര വയസ്സുള്ള വന്നാ ഗൈസ്? ഇവിടുന്ന് ഇങ്ങനെ കേട്ടോ കയറണ്ടേ. മമ്മി ഓൾറെഡി കിട്ടുന്ന കശുവണ്ടിയൊക്കെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ഇരിഞ്ഞോണ്ട് പോയാൽ മതി. 10-200 രൂപ കിട്ടും അല്ലേ അമ്മേ? അതിനാ ഓ അവൻ്റെ സന്തോഷം നോക്കിയടി. സന്തോഷം നോക്കിയേ. അവിടെ നടക്കാൻ പറ്റില്ല. ഇവിടെ നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ കുന്നായിപ്പോ. കെട്ടിടത്തിനുള്ളിലിട്ട് കൊച്ചിനെ പൂട്ടി വെച്ച് വാ മേലോട്ട് പോട്ടെ. തന്നെ പോകും നോക്കാലോ. നോക്കട്ടെ വിട്ടടി. വള്ളി ഉണ്ട്. ഞാൻ ചിലപ്പോൾ തന്നെ പോകൂടി. ശ്രദ്ധിച്ചേ. വാ കയറി വാ. ഇറങ്ങിയോ? വാ ഇത് ഈ ഒരു തൊട്ടിയും കൂടെ കയറിയാൽ മതി. വാ നേരെ ചവിട്ടി കയറി കേട്ടോ. ദേ കയറുന്നു. എത്തിയോടാ? എവിടെയാ? മൈക്കിൾ ഇതാ കമ്പും കോലൊക്കെ ആയിട്ട് മൈക്കിളത് എത്തി. ഗൈസ് ആകെയുള്ള 36 സെൻറ്റിൽ നിന്ന് കിട്ടുന്ന കശുവണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതുണ്ടോ ആകെ കിട്ടിയ കശുവണ്ടി. ഇത് കൊടുത്താൽ എത്ര കിട്ടും? ഒന്നുമില്ല കേട്ടോ. അതിനാ എടാ കമ്പും വിറകൊക്കെ ആയിട്ട് വേറെ ഒരുത്തിന് ഇവിടെ വലിപ്പം കുറച്ചപ്പം കുഴപ്പമില്ല. എന്നാ കാണിക്കുന്നത്? ഞാൻ ലിബിനൊക്കെ ഉണ്ടല്ലോ എന്തോരം ഓടി നടന്ന സ്ഥലമെന്നറിയോ ഇത്? നീ വല്ല അറിയുന്നുണ്ടോ? എവിടെ പിന്നെ മാലയുടെ കളർ പോയി കേട്ടോ. മോശം. ഗൈസ് അമ്മയും കഴിഞ്ഞോ? ഏത്? അതും കൂടെ ഉള്ളൂ. ഗൈസ് ഇത് കണ്ടോ. ഇതിലെങ്ങനെ കയറിയാൽ ഇവിടെ അത്യാവശ്യം കുറച്ചേ ഉള്ളൂ. ഇതെല്ലാം കൊണ്ട് ഒരു 100 ഗ്രാം ഉണ്ടാവും. ഇതാട്ടോ ഈ പ്രാവശ്യത്തെ സീസൺ കഴിഞ്ഞു അല്ലേ അമ്മ? ഈ പ്രാവശ്യം കഴിഞ്ഞില്ലേ? ഒറ്റ കശുമാവേലും ഇല്ല കേട്ടോ കശുവണ്ടി. കണ്ടോ ഒറ്റ കശുമാവേലും ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ. ഇല്ല കേട്ടോ. അണ്ടിയാ കൈസ് ഇതും കൂടെ ഉള്ളു കേട്ടോ. ആകെ ഇതും കൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇതല്ലേ അമ്മേ ഉള്ളൂ? മേലെ തൊട്ടില്ലല്ലോ. വാ അങ്ങ് വാ. അപ്പാപ്പിനെ കുട്ടി വാ മേലോട്ട് വാ. സർക്കസാ കേട്ടോ. ഇവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവന് ഭയങ്കര ഇത് ട്രക്കിങ്ങിനോട് താല്പര്യമുണ്ട്. പക്ഷെ എനിക്ക് പേടിയുണ്ട്. നിന്റെ പോലെയാ? ഗൈസ് ഇത് കണ്ടോ കേറി പോകുന്നു. വീഴുവേ മൈക്കിളെ. ഭയങ്കര ഡേഞ്ചറാ. വീഴുവേ. എനിക്ക് താത്തിയായിട്ട് കാണുമ്പോ വീടിന്റെ അകത്ത് പുറത്തു വിടും നമ്മള്. ഉടുപ്പൂരി കളഞ്ഞ പോലെ. നല്ല പുതിയ ഉടുപ്പ് മേടിച്ചല്ലേ. മൈക്കിളിനും പണിയെടുക്കണം. ഞങ്ങൾ മേളിൽ നിന്ന് താഴെ ഇതിപ്പോൾ ചക്കവറുത്തം കൊണ്ട് വന്നു കേട്ടോ. ഇതിൽ ചോട്ടിറങ്ങി. പപ്പ ഉപ്പിട്ടോ? കൊള്ളാം. ലിവിന സൂപ്പറായിരിക്കുന്നു. നന്നായിരിക്കുന്നു. ബാ മൈക്കിളുണ്ടല്ലോ ചിരട്ടയും സംവിധാനം കൊണ്ടുള്ള ചിരട്ടക്കളിയാട്ടോ. എന്താ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. എന്നാ ഉണ്ടാക്കുന്നേ? ഗൈസ് നോക്കും മൈക്കിൾ ചിരട്ട കൊണ്ടുള്ള പരിപാടി കേട്ടോ. ബാക്കിയോ? അതോ? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക കേട്ടോ.
എനിക്കൊന്ന് അപ്പുറത്തേലും സന്തോഷം ഇപ്പഴാന്ന് തോന്നുന്നുണ്ടോ വരുന്നതില്. പിന്നെ ഇപ്പത്തെ പിള്ളേരെ ആരും ഇതേപോലെ ഇത് വിടൂല, ചെളിയിൽ ഇതില്ല. ശരിക്കും ഇവരെ ഇങ്ങനെ വിടണം, ഇവരെല്ലാത്തിലും വിടണം. ചെറുപ്പത്തിൽ തന്നെ വിടണം. ഇവർ പ്രതിരോധ ശക്തി ഭയങ്കര കൂടുകയോ ചെയ്യുന്നത്. നമ്മള് പിന്നെ എല്ലാത്തിലും മണ്ണിലും അവിടെ ഇവിടെ ഇറങ്ങണം. കൊടുക്കും, എല്ലാത്തിലും ഇതാക്കണം. കാരണം രോഗങ്ങളില്ല. അതുപോലെ പിള്ളേർക്ക് ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ടാണ് തൊണ്ടവേന ഇതൊക്കെ വരുന്നത്. ചില പിള്ളേർക്ക് പക്ഷെ ഇവർക്ക് നമ്മളൊരു പിടിച്ചു വെക്കാണ്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു രോഗം വരില്ല. എല്ലാം പിടിച്ചു വെച്ചാൽ സന്തോഷായി. ആർക്കാടാ ഞങ്ങൾ പണി തുടങ്ങട്ടെ കേട്ടോ. ഇവര് മണ്ണ് കോന്താന്നറിയില്ല. മഴ പെയ്ത് കിടക്കുന്നതല്ല, അതാരം കിട്ടുന്നില്ല. വെള്ളം നനവില്ല ഈ പ്രാവശ്യം. മണ്ണ് മാറാനാണോ നിന്നോട് പറയുന്നേ? ആ എന്നിട്ട് ഞാൻ അപ്പാക്കി കൊടുക്കണം. അപ്പൂസ് അങ്ങോട്ട് ഓടിയിട്ടോ. അതായത് മൈക്കിള് പുറകെ ഓടുന്നു. എന്തിയടി എന്ത് ഇതേ പോന്നു. ഒട്ടം നിന്നു. എവിടെ മാർഗേ എവിടെ നീ ഓടുക കേട്ടോ. ആള് ലെക്കും ലെവലും ഇല്ലാതെ ഓട്ടം നോക്കിയേ, ഒരു ലെക്കും ഇല്ല. അവരൊപ്പം എത്താൻ വേണ്ടി കേട്ടോ. മടുത്തെന്ന് തോന്നുന്നു. എത്തി ഇത് തിരിച്ചോടുന്നു. ഗൈസ് ഫൈനലി ഞങ്ങളുണ്ടല്ലോ അങ്ങനെ താഴെ എത്തി. മൈക്കിള് വരുന്നില്ല. എടാ വാടാ, വാ പോവാം. വണ്ടി കയറ്. പോട്ടെ വണ്ടി പോട്ടെ. ഇവിടെ പോയി കയറുന്നില്ല. കേറടാ. അപ്പം കയറിക്കോ. ഗൈസ് എല്ലാരും കയറിക്കോ. ഗൈസ് ഇന്ന് വണ്ടി ഓടിക്കുന്നത് അഭിരാമിയാട്ടോ. ഗൈസ് നോക്കൂ, അഭിരാമിയാണ് ഇന്ന് വണ്ടി ഓടിക്കുന്നത്. എന്താവും എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല. ലിബിനും അഭിരാമി ആയിരിക്കും ഇനിയുള്ള യാത്രകളിൽ വണ്ടി ഓടിക്കുക. അഭിരാമിയുടെ പേര് നമ്മൾ മാറ്റുക, 2 അക്ഷരം ഫ്രണ്ടത്തെ. റോഡിലേക്ക് കയറ്റോട്ടോ. ഇവിടെ ഒരു എല്ലുണ്ട്, ബേക്കിൽ ഒരു എല്ലുണ്ട്, മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒരു എല്ലുണ്ട്. എത്ര എല്ലുണ്ട് നമുക്ക്? 2 എല്ല്. 1 2 3 4 എല്ലുണ്ട്. 5 ഉണ്ട്, ഒരു അരക്കർഷമുണ്ട്. 4.5. ഗൈസ് നോക്കൂ, ഫൈനലി വണ്ടി എടുത്തു. ഇതിപ്പോ ഞാൻ ഓടിക്കുന്നായിരുന്നു കേട്ടോ. എത്ര നേരം ഓടിയെന്ന് കയറ്റാൻ വേണ്ടി. എടുക്ക് ഇങ്ങനെ വട്ടം ഓടിക്കുക. പിന്നെ വട്ടം ഓടിക്കുക. എക്സ്പെർട്ട് വണ്ടി നോക്കണേ, അപ്പുറത്തോടെ തിരിച്ചാക്കല്ലേ. എൻ്റെ അമ്മോ എടി, അങ്ങനെയെങ്കിൽ സ്റ്റിയറിംഗ് കിടന്നുറങ്ങടി. ഇനി അങ്ങോട്ടാ, ഇനി കയറിയിരിക്കാൻ സ്ഥലമില്ല. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ അങ്ങാടിക്കടവിൽ പോവാണ്. നമ്മുടെ വീട്ടിലേക്ക് ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ. എത്ര? 7 കിലോമീറ്റർ. ഗൈസ് നോക്കൂ, ഏതാണ്ട് 7 കിലോമീറ്റർ അടുത്തുണ്ട്. അതായത് ഞങ്ങളുണ്ടല്ലോ ബസ്സിൽ പോകണോ അല്ലെങ്കിൽ ഈ സഫാരി പോകണോ യാത്ര എന്നുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ്സാണ് നമ്മൾ കൂടുതലും എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. കാരണം സ്റ്റേക്ക് നമ്മൾ സ്റ്റേ കണ്ടുപിടിക്കേണ്ട, അതേപോലെ നമുക്ക് എവിടെയും താമസിക്കുക. അതാണ് ബസ്സിന് കൂടുതൽ സമയം കിട്ടും. കൂടുതൽ സമയം കിട്ടും, എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്ത് കിടക്കാം. ഇതാകുമ്പോൾ നമ്മൾ സ്ഥലം കണ്ടുപിടിക്കണം, റൂം കണ്ടുപിടിക്കണം, ഹോട്ടൽ കണ്ടുപിടിക്കണം. അങ്ങനെ ഇതിനും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 പേരുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ സത്യം പറയല്ല. എല്ലാവരും ഈ വണ്ടിക്കകത്ത് വണ്ടർലയിലെ റൈഡിൽ കയറി പേടിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ ഓടിക്കുന്നുണ്ട്, യാഥാർത്ഥ്യം അതാ. അല്ല, വേറൊരു കേസുണ്ട്. ബസ്സിൽ നീ അങ്ങനെ ഇങ്ങനെ ഇരിക്കും. ബസ് ഓടിക്കാൻ നേരത്ത് നീ അങ്ങനെ ഇരിക്കും? ഇല്ല. ഗൈസ് നോക്കൂ, എല്ലാവരും ബേക്കിലുണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അതേപോലെ തന്നെ എല്ലാരും. മൈക്കിളിലൊക്കെ ഇരിപ്പ് നോക്കിയേ, പാവം പേടിച്ച് നീ ശരിക്കും പഠിച്ചല്ലോടി. ഗൈസ് ഞാനിവരെ പഠിക്കാനിട്ടോ ചെറിയ പറഞ്ഞ അഭിരാമിനെ ഇറക്കി വിട്ടു കേട്ടോ. ലാസ്റ്റ് അഭിരാമിയും ലിബിനും കൂടെയാണ് പോയി പഠിച്ചത്. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലിബിൻ്റെ ലൈസൻസിൻ്റെ എടുക്കാൻ പഠിക്കേണ്ട ദിവസമാണ്. ഈ വരുന്ന 19-നാണ് പരിപാടി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗുരു ആശാൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. പിന്നെ ഓടിക്കുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. എച്ചോ തട്ടിയും മുട്ടിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കൊടുത്തല്ലേ ഉള്ളൂ. എച്ച് കൊടുത്തിട്ട് കുറെ ആയല്ലോ. നിങ്ങൾ ടൂർ മറന്നു പോയിട്ടുണ്ടാവും. ഗൈസ് നോക്കൂ, ലിബി അങ്ങനെ എച്ചെടുക്കാൻ പോകും. ആശാന്റെ പേരെന്നാ? ഗൈസ് ലിബിന്റെ ആശാനും പുള്ളിയാണ് വിജയേട്ടൻ. ഗൈസ് നോക്കൂ, അപ്പം പിന്നെ ഇപ്പൊ ഈ കമ്പി ആയിക്കോട്ടെ. ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്ന വണ്ടിയിൽ ഇപ്പം നമ്മൾ എച്ചെടുക്കാൻ തുടങ്ങും. ലിബിനും അഭിരാമിക്കില്ല. സത്യം പറഞ്ഞാൽ 2 പേരും ഒരുമിച്ച് കൊടുത്താണ്. പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാൻ പോകേണ്ട വരുന്നത് കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയി. അപ്പം പിന്നെ ഡേറ്റ് ഈ 19-ലേക്ക് എടുത്തു. 19-ാം തീയതി ലിബിന് ലൈസൻസ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ 2 പേരും വണ്ടി ഓടിക്കും, ഞാൻ വീഡിയോ എടുക്കും. കാരണം ഞാൻ ഈ റൂട്ടുകളെല്ലാം ഓടിച്ചാണ്. പിന്നെ നമുക്ക് വിദേശ റൂട്ടുകളൊക്കെ ഓടിക്കണമല്ലോ, അതുകൊണ്ട് ഗൈസ്. അപ്പം ഇവർ 2 പേരും ഓടിപ്പിക്കണം കേട്ടോ.
ഞാൻ ഗൈസ് ഞങ്ങള് വണ്ടി ഓടിക്കുമ്പോഴേ എനിക്ക് ചീത്ത പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ സമയം വേണ്ടേ? ഇവര് എന്നെ എത്ര ചീത്ത പറഞ്ഞു. ഗൈസ് എബിനെ എച്ചെടുക്കാൻ പഠിച്ചാല് റോഡ് നമുക്കൊരു വിഷയമല്ല. ഇറക്കത്തിൽ നിന്ന് തന്നെ 4 ഗിയർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് വിഷയം. ഗിയർ അങ്ങനെ പറ്റാൻ പറ്റില്ല. ഞാൻ അങ്ങനെ മാറ്റിയതാ. അപ്പൊ എന്നോട് പറഞ്ഞു മോളെ ഓരോ ഗിയറിനും ഓരോരോ ഇതുണ്ട് എന്നിട്ട് സ്പീഡ് അതിന് മാറ്റണം കേട്ടോ. ലിബിൻ്റെ മുഖത്തെ ഒരു എക്സ്പ്രഷൻ എച്ചെടുക്കുന്ന ഇപ്പം കാണാം കേട്ടോ. അതായത് ഫസ്റ്റ് റിവേഴ്സ് മാത്രമാണ് എച്ചിന് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ റൂള്. ലിബി പരിപാടി തുടങ്ങി. എച്ചെടുത്ത് തീരുന്നു, ഒരു 2-3 പ്രാവശ്യം എടുക്കുന്നു, ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അല്ലേ? എന്തൊക്കെ 2ാമത്തെ ക്ലാസ്സിലൊക്കെ ശരിയാക്കി. ആരെ ലിബി അങ്ങനെ പരിപാടി നടത്തട്ടെ കേട്ടോ. നമുക്ക് വണ്ടി ഇരിക്കാടാ, വെയിലല്ലേ? ലിബി ഓടിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഞാൻ നമ്മളെ ശ്രദ്ധിക്കും, പഠിക്കൂല. കമാൺ ഗൈസ്, നല്ല വെയിലാട്ടോ. യൂറോപ്പിലാണ് ഒടുക്കത്തെ കാറ്റ്, ഇവിടെയാണ് നല്ല വെയിൽ. മഴ വരാൻ പോകുന്നു. അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നല്ല മഴയായിരിക്കും. ഗൈസ് നിങ്ങൾ പറയണ്ടോ ബസ്സിൽ പോകണോ ടാറ്റ സഫാരി പോകണോ എന്നുള്ളത്?